നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ മൂന്നാമത്തെ സെക്ഷൻ, അതായത് ട്രയാങ്കുലർ സെക്ഷൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എഴുതിക്കോളൂ. ട്രയാങ്കുലർ സെക്ഷൻ. ഓക്കെ, ഈ ഫിഗറും കൂടെ ഒന്ന് വരച്ചെടുക്കാം. നമുക്കൊരു ഒരു ട്രയാങ്കുലർ ചാനലുണ്ട്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ബി എന്നും ഡെപ്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഡി യു ആണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞ് ഇൻക്ലിനേഷൻ ആംഗിൾ എന്ന് പറയുവാണെങ്കിൽ നമുക്കിവിടെ തീറ്റയാണ് ഇൻക്ലിനേഷൻ ആംഗിൾ എന്ന് എടുക്കാം. നമുക്കിനി ഇതിനെ ഒരു എക്കണോമിക്കൽ സെക്ഷനായിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിൻ്റെ അകത്ത് കണ്ടീഷൻസ് ഉണ്ട്. 2 കണ്ടീഷൻസാണ് മെയിനായിട്ട് വരുന്നത്. എഴുതിക്കോളാം. കണ്ടീഷൻസ് ടു സാറ്റിസ്ഫൈ satisfied by an economical section. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആണ് നമ്മുടെ അതിൻ്റെ അകത്തുള്ള സ്ലോപ്പിംഗ് ആംഗിളുള്ള തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കണം. സെക്കൻഡ് എന്ന് പറയുന്നതാണ് ഹൈഡ്രോളിക് മീൻ റേഡിയസ്, അതായത് സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ d/2√2 ആയിരിക്കണം. ഇതിൻ്റെ അകത്ത് 2 കണ്ടീഷൻസേ ഉള്ളൂ. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻക്ലിനേഷൻ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത്, ഇന്റീരിയർ ഇൻക്ലിനേഷൻ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രോളിക് മീൻ ഡെപ്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ d/2√2 ആയിരിക്കണം. പിന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെയാണ്, അതുപോലെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള, മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള ട്രയാങ്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഷേപ്പിലാണെങ്കിൽ അതായിരിക്കും മോസ്റ്റ് എക്കണോമിക്കൽ ട്രയാങ്കുലർ സെക്ഷൻ. എഴുതിക്കോളാം. മോസ്റ്റ് എക്കണോമിക്കൽ ട്രയാങ്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും, ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഒരു ട്രയാങ്കുലർ സെക്ഷൻ്റെ മോസ്റ്റ് എക്കണോമിക്കൽ ചാനലിനുള്ള കണ്ടീഷൻസ്. ഈ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനാണ് സർക്കുലാർ സെക്ഷൻ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ പോലല്ല, ഇതിൻ്റെ അകത്ത് 2 കണ്ടീഷൻസ് വരുന്നുണ്ട്, ക്രൈറ്റീരിയാസ് വരുന്നുണ്ട്. ആ ക്രൈറ്റീരിയാസിൻ്റെ അകത്തായിരിക്കും വീണ്ടും കണ്ടീഷൻസ് വരുന്നത്. അപ്പോൾ ഈ ഫിഗർ ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ, നമ്മളൊരു ഫിഗർ മനസ്സിലുണ്ട്. സർക്കുലാർ സെക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ സർക്കുലാർ സെക്ഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീവറിൻ്റെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ അത് ക്വസ്റ്റ്യൻ അത് സ്വീവർ എന്ന് പറയുവാണെങ്കിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് സർക്കുലാർ സെക്ഷൻ ആയിരിക്കണം. ഓക്കെ, അതിൻ്റെ അത് നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 ആയിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് സ്മോൾ ലെറ്റർ ഡി ഡെപ്തിലാണ് നമുക്ക് എന്തായിരിക്കും അതിൻ്റെ അകത്ത് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് നമുക്കൊരു ഇപ്പോൾ ഒരു ആർക്ക് കൺസിഡർ ചെയ്യുവാണ്. അതിൻ്റെ അകത്തുനിന്ന് സെൻറ്ററിൽ നിന്ന് വരുന്ന ഒരു ആംഗിളാണ് തീറ്റ എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് സർക്കുലാർ ചാനലിനകത്ത് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ വരണമെങ്കിൽ 2 ക്രൈറ്റീരിയാസ് ഉണ്ട്. എഴുതിക്കോളാം. ഫോർ എ സർക്കുലാർ ചാനൽ most economical section has two separate criteria. First one ആണ് for maximum velocity. അതായത് മാക്സിമം വെലോസിറ്റി വെച്ചിട്ട് നമുക്ക് മാക്സിമം വെലോസിറ്റി ആണ് കൺസിഡർ, അതായത് വെലോസിറ്റി മാക്സിമം കിട്ടണം. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ ക്രൈറ്റീരിയ ആണ് വരേണ്ടത്? ഇനി രണ്ടാമത്തെ ആണ് ഫോർ മാക്സിമം ഡിസ്ചാർജ്.
ഫോർ മാക്സിമം ഡിസ്ചാർജ്. അതായത് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് മാക്സിമം കിട്ടുമ്പോൾ അതിന് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ വേണ്ടത്, അതുപോലെ തന്നെ വെലോസിറ്റി മാക്സിമം കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ക്രൈറ്റീരിയ വേണ്ടത്. ഇത് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ ഫോമാറ്റിൽ ചെയ്യാം. ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിളായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റിയുടെ ടേബിൾ. മാക്സിമം വെലോസിറ്റി എന്നും ഫസ്റ്റ് കൊടുത്ത് മാക്സിമം വെലോസിറ്റി എന്നും സെക്കൻഡിനകത്ത് മാക്സിമം ഡിസ്ചാർജ് എന്ന് എഴുതാം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് കണ്ടീഷനാണ് നമ്മൾ ഡിയുടെ വാല്യൂ, അതായത് ഡെപ്ത് ഓഫ് ദ ഫ്ലോയ്ക്ക് എത്രയാണ് വാല്യൂ വേണ്ടത്. ഫസ്റ്റ് വണ് depth of the flow small letter d is equal to 0.81 times diameter of a circular section. ഇനി എന്നാൽ ഇപ്പോഴത്തെ കേസിനകത്താണെങ്കിൽ ഫസ്റ്റ് വൺ ആണ് വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഇവിടുത്തെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 0.95 ടൈംസ് ഡയമീറ്റർ ഓഫ് സർക്കുലർ സെക്ഷൻ ആയിരിക്കും. എന്താണ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുമ്പം മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്ന 0.81 ടൈംസ് ഡയമീറ്റർ ആയിരിക്കണം. എന്നാൽ മാക്സിമം ഡിസ്ചാർജ് വരാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 0.95 ടൈംസ് ഡയമീറ്റർ ആയിരിക്കണം വരേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഇവിടെ നമ്മളൊരു ആംഗിൾ പറഞ്ഞിരുന്നല്ലോ, തീറ്റ. രണ്ടാമത്തെ പോയിന്റ് ആണ് തീറ്റ. തീറ്റയുടെ വാല്യൂ മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 128 ഡിഗ്രി 48 മിനിറ്റ്സ് ആയിരിക്കും വരേണ്ടത്. തീറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മളൊരു ആംഗിൾ ബിറ്റ്വീൻ എന്തുവാണ് സെന്റർ ബൈ ദ സസ്റ്റൻഡഡ് ബൈ ദ സെന്റർ ബൈ വാട്ടർ സർഫസ്, അതായത് വാട്ടർ സർഫസും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സെന്ററും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ആയിരുന്നു. അതിന് അവിടുത്തെ തീറ്റയുടെ വാല്യൂ 128 ഡിഗ്രി 45 മിനിറ്റ്സ് ആയിരിക്കും വരുന്നത്. എന്നാൽ നമുക്ക് മാക്സിമം ഡിസ്ചാർജ് കിട്ടണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 154 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഇനി മൂന്നാമത് ഒരു കണ്ടീഷൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മാക്സിമം വെലോസിറ്റിയുടെ കേസിൽ മാത്രമേ വരത്തുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റേഡിയസ് തെറ്റിപ്പോയി ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുന്നത് മീൻ ഡെപ്ത് എം എന്ന് പറയുന്നത് എം ഈക്വൽ ടു 0.3 ടൈംസ് diameter of the circular channel times the diameter of the circular channel ആയിരിക്കും. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി 3 ക്രൈറ്റീരിയ ആണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുമ്പോൾ 0.8 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കുലർ സെക്ഷൻ ആയിരിക്കണം. അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ സബ്സ്റ്റൻഡഡ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദ സർഫസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് എത്ര ആയിരിക്കും? 128 ഡിഗ്രി 45 മിനിറ്റ്സ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ റേഡിയസ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുന്നത് 0.3 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കുലർ ചാനൽ. ഇനി മാക്സിമം ഡിസ്ചാർജ് വരുവാണെങ്കിൽ എങ്ങനെയായിരുന്നു? ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 0.95 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കുലർ സെക്ഷൻ ആയിരിക്കും. അവിടുത്തെ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ 154 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഇത്രേ ഉള്ളൂ. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിക്കും. ഇത് എഴുതാനും ചോദിക്കും, പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലത്തിനകത്തും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി കുറച്ച് നോട്ട്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിക്കോളാം. നോട്ട്സ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് പറയുന്നതാണ് ഫോർ കോൺസ്റ്റന്റ് ക്രോസ് സെക്ഷൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് cost of construction is first one circle, second one trapezoid, third one rectangular, last one triangular.
ഓക്കെ, അതായത് നമ്മൾ താഴോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കൂടും. എങ്ങനെ? ഒരു കോൺസ്റ്റന്റ് ക്രോസ് സെക്ഷൻ പണിയണമെങ്കിൽ. ഈ രണ്ടാമത്തെ പോയിന്റാണ് ട്രയാങ്കുലർ സെക്ഷൻ ഹാസ് maximum wetted perimeter. ഓക്കെ, നമുക്ക് എന്തായിരുന്നു ഹാസ് വെറ്റഡ് പെരിമീറ്റർ മാക്സിമം എന്തായിരുന്നു? നമുക്ക് വെറ്റഡ് പെരിമീറ്റർ കൂടുതൽ എന്ന് പറയുമ്പോൾ എന്തുവായിരുന്നു അതിൻ്റെ അർത്ഥം വെച്ചിരുന്നത്? ഡിസ്ചാർജ് കുറവായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. മൂന്നാമത്താണ് ട്രപ്പീസോയിഡൽ section is considered as most economical section. നമുക്കവിടെ എന്താണ് ട്രപ്പീസോയിഡൽ സെക്ഷൻ ആയിരിക്കും നമ്മൾ എന്താണ് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷേ നമുക്ക് ആക്ച്വലി തിയറിറ്റിക്കൽ കണ്ടീഷൻസ് നോക്കുവാണെങ്കിൽ സർക്കിൾ ആയിരിക്കും ബെസ്റ്റ്. പക്ഷെ നമുക്ക് സർക്കുലർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് ഔട്ട് ഡിഫിക്കൽട്ടി ആയത് കാരണം നമ്മൾ എന്തായിരിക്കും അതിനെ നമ്മളൊരു തിയറിറ്റിക്കൽ കണ്ടീഷനായിട്ട് മാത്രമാണ് വെക്കുന്നത്. എനിക്ക് താഴോട്ടിരിക്കും സർക്കുലർ സെക്ഷൻ ഈസ് നോട്ട് കൺസിഡർഡ് because setting out is difficult. So it is considered as a theoretical section. ഓക്കെ, അപ്പം നമുക്ക് എന്തുവാണ് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ഫോർ എന്താണ് സർക്കുലറിൻ്റെ കണ്ടീഷൻസും എല്ലാം നമുക്ക് മനസ്സിലായി. പിന്നെ ജനറൽ നോട്ട്സും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളാം. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ എ സർക്കുലർ ചാനൽ ഓഫ് ഡയമീറ്റർ 0.6 meter is 150 liters per second. Find the slope of the bed of the channel for maximum velocity. Take C is equal to 60. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തേ. ഓക്കെ, നമുക്കിതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞത്? ഡിസ്ചാർജിൻ്റെ വാല്യൂ എത്രയാണ്? 150 liters per second ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ എന്താണ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ടാക്കുമ്പോൾ എത്രയും 0.15 meter cube per second ആണ് തന്നിട്ടുണ്ട്. എന്ന് കിട്ടും. പിന്നെ എന്താ നമുക്ക് തന്നേക്കുന്നത്? ഡയമീറ്റർ ഓഫ് ദ ചാനൽ ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.6 meter. പിന്നെ നമുക്ക് തന്നിരുന്നത് ചെസിസ് കോൺസ്റ്റന്റ് C = 60 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തന്നെ മാക്സിമം വെലോസിറ്റി വരുന്ന കേസിലുള്ള എക്കണോമിക്കൽ സെക്ഷൻ ആയിരിക്കും. അപ്പോൾ എഴുതിക്കാം, ഫോർ മാക്സിമം വെലോസിറ്റി through a circular channel മാക്സിമം വെലോസിറ്റി പോകുമ്പം അവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡെപ്ത് എന്ന് പറയുമ്പം ഡെപ്ത് ഓഫ് ഫ്ലോ സ്മോൾ ലെറ്റർ d = ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 0.81 ടൈംസ് ഡയമീറ്റർ ആയിരുന്നു. അപ്പം നമുക്ക് എത്രയാണ്? 0.81 ഇൻറ്റു ഡയമീറ്ററിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 0.6 ആണ്. അപ്പം നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 0.486 മീറ്റർ എന്നായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഇനി നമുക്കറിയാം നമ്മുടെ അതിൻ്റെ അകത്തെന്ന് പറയുന്നത്, അപ്പം നമ്മുടെ ഒരു സർക്കുലർ ചാനൽ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്തായിരുന്നു? ഈ ഡെപ്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്കിവിടെ വരുന്ന ആ ആംഗിളിൻ്റെ വാല്യൂ കൊണ്ടാണ്. തീറ്റയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? നമ്മൾ മാക്സിമം വെലോസിറ്റി വരുമ്പം കിട്ടുന്നത് 128°45' ആയിരുന്നു വരുന്നത്. 128°45' ആണ്. നമുക്കിതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയായിരിക്കും?
ഇൻറ്റു പൈ ബൈ 180 ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 2.247 റേഡിയൻസ് എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ബെഡ് സ്ലോപ്പ് എത്ര എന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് Q = AC റൂട്ട് MI. ഇതിൻ്റെ അകത്ത് ഈ ഐയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കെന്താണ് ഇപ്പോൾ തീറ്റയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്കെന്താണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് M എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? 0.3 ടൈംസ് ഡയമീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.3 ഇൻറ്റു 0.6 വരുമ്പോൾ എത്ര കിട്ടും? 0.18 മീറ്റർ നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് M എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ എന്നാണ് അറിയാം. നമ്മുടെ വെറ്റഡ് പെരിമീറ്റർ ഓഫ് എ സർക്കുലർ പൈപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? വെറ്റഡ് പെരിമീറ്റർ ഓഫ് സർക്കുലർ പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പൈപ്പിൻ്റെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സെമി സർക്കുലർ ഷേപ്പിലാകുമ്പം അതിൻ്റെ അകത്തെന്ന് പറയുന്ന ഇക്വേഷൻ എന്താ? P = 2r തീറ്റ എന്നായിരിക്കും വരുന്നത്. 2r തീറ്റ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയായിരിക്കും വരുന്നത്? 2r എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് എഴുതാം? D × d തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഡിയുടെ വാല്യൂ എത്രയായിരുന്നു? ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 ഇൻറ്റു നമുക്ക് എന്താണ് R എന്ന് പറഞ്ഞാൽ നമുക്ക് റേഡിയൻ്റാണ് കിട്ടിയത്. അപ്പോൾ എത്ര? ഇൻറ്റു 2.247 എന്നായിരിക്കും കിട്ടുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, കാൽക്കുലേറ്റർ റേഡിയൻസ് ചെയ്യുമ്പം മോഡ് ഡിഗ്രിയിൽ നിന്ന് റേഡിയൻസിലോട്ട് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടും? അതിൻ്റെ വാല്യൂ 1.3482 മീറ്റർ എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടത് എമ്മിൻ്റെ ഏരിയയുടെ വാല്യൂ കിട്ടണം. ഏരിയ = M × P ആണ് കിട്ടേണ്ടത്. എമ്മിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 0.18 ഇൻറ്റു 1.3482. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും വാല്യൂ കിട്ടുന്നത്? 0.2426 മീറ്റർ സ്ക്വയർ നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് ഇനി ക്യൂവിൻ്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴുള്ള എല്ലാ വാല്യൂവും കിട്ടി. Q = AC റൂട്ട് MI എന്ന് പറഞ്ഞിട്ടും ഇനി ക്യൂവിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 0.15 = 0.2426 ഇൻറ്റു 60 ഇൻറ്റു √0.18 ഇൻറ്റു I. ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഐയുടെ വാല്യൂ എത്ര കിട്ടും? 1694.7 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ഇതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഈ പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാം.